അധ്യക്ഷൻ സ്നേഹം പറഞ്ഞ VKC, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, നാട്ടുകാരെ, വളരെ മനോഹരമായ ഒരു സായം സന്ധ്യയിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവതരമായ ചർച്ചകൾ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെച്ചുകൊണ്ട് എനിക്ക് മുമ്പ് പ്രാർത്ഥനീയന്മാർ സംസാരിക്കുകയാണ്. ഈ സംഘടിപ്പിക്കപ്പെട്ട ചടങ്ങിൻ്റെ മഹനീയതയെക്കുറിച്ചും നമ്മളേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അളന്നു മുറിച്ച വാക്കുകളിൽ ഈ ഒരു കൂടിച്ചേരലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മെ ബോധവാന്മാരാക്കുകയുണ്ടായി. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രാസംഗികന്മാർ ഇനിയും ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു വിശകലനത്തിന് ഈ വേള ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. KMCCയെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട സംഗതികളുമായി ബന്ധപ്പെട്ട ചില അനുബന്ധ ഘടകങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ തണൽ പദ്ധതിയെക്കുറിച്ച് വളരെ ഔദ്യോഗികമായി സംസാരിക്കാൻ അറിയാവുന്ന VKC ഉമർ മൗലവി സാഹിബിനെയും ഇതിന്റെ തുടക്കം കുറിക്കപ്പെട്ടത് പഴയ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ പനങ്ങാട് പഞ്ചായത്തിലെ ഏഴുകണ്ടിയിലായിരുന്നു എന്നത് ഞാൻ ഓർക്കുകയാണ്. അന്നും 4-5 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ആവേശകരമായ ഒരു മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനം KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ തണൽ ഭവന പദ്ധതിയുടെ ആദ്യ വീടിന്റെ ഉദ്ഘാടനവും വളരെ ആവേശത്തോടുകൂടി ആഘോഷത്തോടുകൂടി ആ ഏഴുകണ്ടിയിൽ നടന്നത് എന്റെ മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതിനുശേഷം നാദാപുരം നിയോജക മണ്ഡലത്തിലും അതേപോലെ വടകര നിയോജക മണ്ഡലത്തിലും മേപ്പയ്യൂർ നിയോജക മണ്ഡലത്തിലും ഒക്കെ KMCCയുടെ പ്രവർത്തകന്മാർ ഈ തണൽ ഭവനങ്ങൾ താക്കോൽദാന കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുകയുണ്ടായി. ഇതൊക്കെ മരുഭൂമിയിലെ സാധാരണക്കാരായ പ്രവാസ ജീവിതത്തിന്റെ ഉള്ളൊരുക്കങ്ങൾക്കിടയിൽ നാടിനെക്കുറിച്ച്, നാട്ടിലെ സഹോദരങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുടെ അവരുടെ സഹകരണത്തോടുകൂടി മാത്രമാണ് നടത്തിയത്. ഞങ്ങളുടെ വിധാനമാണ് അതിന്റെ ഒരു വഴിത്താരയിൽ ചെറിയ സാന്നിധ്യം വഹിച്ച ആളുകൾ മാത്രമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവരെയൊക്കെ നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ തേട്ടങ്ങളിൽ, നിങ്ങളുടെ ഉള്ളൊരുക്കങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനം ചെയ്യുന്ന പ്രവാസി സമൂഹത്തെ ഓർക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരണത്തിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയം എന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ മുഖ്യമന്ത്രി സ്മാർട്ട് സിറ്റി അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ കഴിയാതെ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ദുബൈയുടെ മേൽ കെട്ടിവെക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു രാഷ്ട്രീയത്തിന് സമീപകാല കേരളം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. എന്തൊരു അബദ്ധമാണ് നമ്മുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് മുഖ്യമന്ത്രി ചെയ്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലക്ഷമാധ്യമങ്ങളും അമേരിക്കൻ മീഡിയകളും അഴിച്ചുവിട്ട ഒരു ആരോപണം എടുത്തുകൊണ്ട് തന്റെ സ്മാർട്ട് സിറ്റി തനിക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന പരാജയം ദുബൈയുടെ മേലെടുത്ത് ആരോപിക്കാനുള്ള എന്തൊരു വൃത്തികേടാണ് നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയതെന്ന് ഓർമ്മിച്ചു പോവുകയാണ്. ഉത്തരവാദപ്പെട്ട വിദേശകാര്യമന്ത്രിമാർ, നമ്മുടെ അംബാസഡർമാർ അവരൊക്കെ പറഞ്ഞു ഇതൊരു താൽക്കാലികമായ പ്രതിഭാസമാണ്. മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പോലെ എന്നും മൂന്നാം ലോക രാജ്യങ്ങളോട്, പാവപ്പെട്ട ആളുകളോട്, പ്രയാസപ്പെടുന്ന ആളുകളോട് അങ്ങേയറ്റം കാരുണ്യം പ്രകടിപ്പിക്കുന്നവരാണ് അറബ് ഭരണാധികാരികൾ. ഇക്കൂട്ടത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന നാമം തന്നെയാണ് ദുബൈ ഭരണാധികാരിയുടേത്. ദുബൈയുടെ ഇക്കാലയളവിലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യൻ സമൂഹത്തോട്, പ്രത്യേകിച്ച് മലയാളക്കരയോട് ദുബൈ ഭരണാധികാരികൾ, ഗൾഫ് ഭരണാധികാരികൾ അവർ കാണിക്കുന്ന കാരുണ്യത്തിന്റെ, ഉദാരതയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാടിലൂടെ നടന്നു പോകുമ്പോൾ, നമ്മുടെ കേരളത്തിന്റെ റോഡരികിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ദുബൈയെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ ആ രീതിയിൽ, അതേ രാഷ്ട്രീയ രീതിയിൽ ദുബൈയെ ഞാൻ നോക്കിക്കണ്ടിരുന്നുവെങ്കിൽ എന്തുമാത്രം പ്രയാസങ്ങൾ നാം ഈ കേരളീയ സമൂഹം അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ആ കാര്യം കൂടി ഈ അവസരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ നായകൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗ് രാഷ്ട്രീയത്തെ ഈ കേരളീയ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തിയ ഒരു രീതിയുണ്ട്. അത് നാം സ്വായത്തമാക്കുകയും
നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിൽ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ ഒരു പാതയിലൂടെ ലീഗ് രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കറിയാം, വിഭജനാനന്തര ഭാരതത്തിൽ, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കപ്പെട്ട് നിരാശ്രയരും നിരാനന്ദരുമായി കഴിയുകയായിരുന്ന ഒരു സമൂഹത്തിലേക്ക് സംഘബോധത്തിന്റെ ഉണർത്തുപാട്ടുമായി ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കടന്നു വരികയുണ്ടായി. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഖായിദെ മില്ലത്തിനെ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്ത് വരികയുണ്ടായി. പക്ഷേ മുസ്ലിം സമൂഹത്തിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടി അഭിമാനകരമായ അസ്തിത്വം എന്ന ഏറ്റവും എന്നും കാലഘട്ടത്തിന് പ്രസക്തമായ ഒരു മുദ്രാവാക്യവും അതിന്റെ അനിവാര്യതയും മനസ്സിലാക്കിക്കൊണ്ട് ഖായിദെ മില്ലത്ത് കാലഘട്ടത്തിലൂടെ മുസ്ലിം ലീഗിനെ നയിക്കുകയുണ്ടായി. ആ മുസ്ലിം ലീഗിനെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ വളരെ സുശക്തമായ, വളരെ ഭദ്രമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവതരിപ്പിച്ചു കൊടുക്കുകയും അത് വിജയിപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായ ഒരു സംഗതിയാണ്. ഇടയഭിലീകരിക്കപ്പെടുമായിരുന്ന ഒരു ജനസഞ്ചയത്തെ കൃത്യമായ ലക്ഷ്മണരേഖക്കുള്ളിൽ നിർത്തിക്കൊണ്ട് മതേതര ജനാധിപത്യത്തിന്റെ വക്താക്കളാക്കി എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തന്റെ 3 പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന രാഷ്ട്രീയ യജ്ഞത്തിലൂടെ തെളിയിക്കുകയുണ്ടായി. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ദൗത്യം എളുപ്പമായിരുന്നില്ല. അദ്ദേഹം മരിച്ചപ്പോൾ മനോരമയുടെ എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എങ്ങനെയായിരുന്നു ന്യൂനപക്ഷ രാഷ്ട്രീയം സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത്? ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ആദ്യമായി ഈ മുസ്ലിം സമൂഹത്തെ ബോധവാന്മാരാക്കുക എന്ന ഗൗരവതരമായ ഒരു ബാധ്യതയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തത്. ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ ഈ സമുദായത്തെ ആത്മസംയമനത്തിന്റെ ആ ഒരു ബാണ്ടക്കെട്ടിനുള്ളിലേക്ക് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കെട്ടിവെച്ചു എന്ന ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും ഈ സമുദായത്തെ വളരെ മാന്യമായി മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങളെ കുറിച്ച് ഈ സമുദായത്തിലെ അംഗങ്ങളെ ബോധവാന്മാരാക്കുകയായിരുന്നു ആദ്യപടി എന്ന രീതിയിൽ ന്യൂനപക്ഷ രാഷ്ട്രീയം പ്രായോഗികവൽക്കരിക്കുന്നതിന് വേണ്ടി പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത്. നമുക്കറിയാം തീവ്രവാദത്തിന്റെ സമീപനങ്ങൾ. മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് വലിച്ചേച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ അവിടെയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ വിഷയം. നിങ്ങൾ ഓർക്കുന്നില്ലേ, കണ്ണൂരിലെ ഒരു മാതാവ് സ്വന്തം രാജ്യത്തിനു വേണ്ടി, മാതൃരാജ്യത്തിനു വേണ്ടി പടപൊരുതിയ തന്റെ മകനെ എനിക്ക് വേണ്ട എന്ന്, അവന്റെ മയ്യത്ത് പോലും എനിക്ക് വേണ്ട എന്ന് കണ്ണൂരിലെ ഒരു മാതാവിനെ കൊണ്ട് പറയിപ്പിച്ചത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ ബോധവും രാഷ്ട്രബോധവുമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയം. രണ്ടാമത്, ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ ഇന്ത്യയിലെ പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ് ശിഹാബ് തങ്ങളുടെ രണ്ടാമത്തെ രാഷ്ട്രീയത്തിന്റെ വിഷയം. മുസ്ലിം സമൂഹത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് ഈ അവകാശങ്ങളെ കുറിച്ച് മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിച്ചതിന് ശേഷം ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് മറ്റേതെങ്കിലും സമുദായങ്ങളുടെ അവകാശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടോ എന്നല്ല എന്ന് ആ സമുദായങ്ങളെ, മുസ്ലിമേതര സമുദായങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ, കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കിട്ടാത്ത രീതിയിലുള്ള അംഗീകാരം നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ലഭിച്ചത്. ഇതെളുപ്പമായിരുന്ന സംഗതിയായിരുന്നില്ല. നമുക്കറിയാം, ഒരുപാട് നേതാക്കന്മാർ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനമായ CPM തന്നെയാണ്. CPMന്റെ നേതാക്കന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക ആചാര്യനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പരാമർശിക്കാവുന്ന മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ CPMന്റെ നേതാവായിരുന്നു. ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കേരളീയ സമൂഹത്തോട് വിട പറഞ്ഞപ്പോൾ കേരളത്തിലെ സമൂഹം നൽകിയ ആ ഒരു അംഗീകാരം എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിൽ മഹാത്മാഗാന്ധിജിക്ക് ശേഷം മറ്റൊരാൾക്കും ലഭിച്ചിട്ടില്ല എന്ന് ഇന്ത്യയിലെ മീഡിയകൾ, അത് ഇന്ത്യക്ക് പുറത്തു മാത്രമായിരുന്നില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെടുമ്പോൾ ബഹ്റൈനിലായിരുന്ന ഞാൻ ഓർത്തു പോവുകയാണ്, ദുബൈയിലെ റേഡിയോ ഏഷ്യ, പ്രവാസികളുടെ ശബ്ദമായ ദുബൈയിലെ റേഡിയോ ഏഷ്യ ഒരു ദിവസം മുഴുവൻ പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തെ ഗൾഫ് നാടുകളിലെ പ്രവാസികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നു എന്നത് തത്സമയം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അതിൽ ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുമിക്കാൻ കഴിയാതെ അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഞങ്ങൾ സഹോദരന്മാർ തമ്മിൽ സ്വത്ത് സംബന്ധമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. നാട്ടിലെ കാരണവന്മാർ, മുതിർന്ന ആളുകൾ, പാർട്ടിയുടെ ആളുകൾ
മതസംഘടനാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന മുതിർന്ന ആളുകളൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ സമീപിക്കുകയും അവർ മുന്നോട്ട് വരികയും അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കി. പക്ഷെ ദൗർഭാഗ്യവശാൽ അതൊന്നും വിജയിച്ചില്ല. ഒടുവിൽ എന്റെ സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കൊടപ്പനക്കൽ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയത്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിന്റെ ദാർഢ്യവും എന്റെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലെ വാശിയും വക്കാണവും ദാർഢ്യവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരമ്മ പെറ്റ മക്കളെന്ന ആ ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനപരമായി ഞങ്ങൾ തിരിച്ചു വന്നത് ഞാൻ ഓർത്തുപോവുകയാണ്. ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ എവിടെ പോകുമെന്ന് ചോദിച്ചുകൊണ്ട് ആ സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന ആ ഒരു യാഥാർത്ഥ്യം ഞാൻ എന്റെ മുമ്പിലിരിക്കുന്ന സദസ്സുമായി പങ്കുവെക്കുകയാണ്. ഇതാണ് നമ്മുടെ നേതാവ്. നിങ്ങൾ ഓർത്തു നോക്കുക, നമ്മൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒരു മതസംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഇത് നടത്തിയതെങ്കിൽ നമുക്കത് അത്ഭുതമാകുമായിരുന്നില്ല. രാഷ്ട്രീയ രംഗത്ത് തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി ഇരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരം അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിച്ചു എന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിദേശകാര്യ സഹവകുപ്പുകളെ കൈകാര്യം ചെയ്ത ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലെങ്കിൽ, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ലെങ്കിൽ, ഒരു MLA സ്ഥാനത്തേക്ക് പോലും മത്സരിച്ചിട്ടില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മാത്രമാണെന്ന് കേരളീയ സമൂഹത്തോട് എന്നും എക്കാലവും നമുക്ക് ചരിത്രം പ്രഖ്യാപിക്കാൻ സാധിക്കും.